ടെക് ലോകത്തെ വാർത്തകൾ. അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ശ്രേണി കൂടുതൽ ശക്തമാക്കാൻ റോയൽ എൻഫീൽഡ് പുതിയ ഹിമാലയൻ 414 ഇന്ത്യൻ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. 2026 സെപ്റ്റംബറോടെ മോഡൽ വിപണിയിലെത്തിക്കുമെന്നാണ് സൂചന. നിലവിലെ സ്ക്രാം 440 പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കുന്ന ഹിമാലയൻ 414 സ്ക്രാം 414നും ഹിമാലയൻ 415നും ഇടയിലായിരിക്കും സ്ഥാനം പിടിക്കുക. 443cc സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എഞ്ചിൻ തന്നെയാകും ഉപയോഗിക്കുക. 6 സ്പീഡ് ഗിയർ ബോക്സുമായി ചേരുന്ന എഞ്ചിൻ 25.4 PS കരുത്തും 34 Nm ടോർക്കും നൽകും. നഗരയാത്ര, ഹൈവേ ടൂറിംഗ്, നേരിയ ഓഫ് റോഡ് ഉപയോഗം എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും ട്യൂണിംഗ്. മുന്നിൽ ടെലിസ്കോപ്പ് ഫോർക്കും പിന്നിൽ മോണോഷോക്കും ഇരുവശത്തെ ഡിസ്ക് ബ്രേക്കുകളും പ്രതീക്ഷിക്കുന്നു. ഡ്യുവൽ ചാനൽ ABS-നൊപ്പം സ്വിച്ച് ചെയ്യാവുന്ന റിയർ ABS-ഉം ലഭിച്ചേക്കും. 21 ഇഞ്ച് ഫ്രണ്ട്, 17 ഇഞ്ച് റിയർ വീലുകൾ ഓഫ് റോഡ് സ്ഥിരത വർദ്ധിപ്പിക്കും. ഉയർന്ന വേരിയന്റുകളിൽ TFT ക്ലസ്റ്റർ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, മാപ്പ് മിററിംഗ് തുടങ്ങിയ ഫീച്ചറുകൾ ലഭിച്ചേക്കും. ഏകദേശം 2.5 ലക്ഷം രൂപ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്ന ഹിമാലയൻ 414 ഹിമാലയൻ 415നേക്കാൾ കുറഞ്ഞ വിലയിൽ അഡ്വഞ്ചർ ബൈക്ക് തേടുന്നവർക്ക് പുതിയൊരു ഓപ്ഷനാകും. ഇതിനൊപ്പം കൂടുതൽ കരുത്തുള്ള ഹിമാലയൻ 750യുടെ പരീക്ഷണ ഓട്ടവും റോയൽ എൻഫീൽഡ് തുടരുകയാണ്. ഏകദേശം 55 PS കരുത്തുള്ള 750cc പാരലൽ ട്വിൻ എഞ്ചിനും നിരവധി ആധുനിക ഫീച്ചറുകളുമാകും മോഡൽ എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഹിമാലയൻ 414, ഹിമാലയൻ 715 എന്നിവയുടെ ലോഞ്ച് തീയതി, വില, സവിശേഷതകൾ എന്നിവ റോയൽ എൻഫീൽഡ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രമുഖ കാർ നിർമ്മാതാക്കളായ മഹീന്ദ്ര അവരുടെ ജനപ്രിയ മോഡലായ ഥാറിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. അടുത്തയാഴ്ച ബ്രാൻഡിൻ്റെ വാർഷിക സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പുതിയ ഥാർ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുതിയ ഥാറിന്റെ കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. അപ്ഡേറ്റഡ് ഥാർ 3 ഡോർ മോഡൽ ആയിരിക്കുമെന്നാണ് സൂചന. ഇതിന്റെ ലോഞ്ചിനൊപ്പം വിഷൻ SUVയുടെ പ്രൊഡക്ഷൻ റെഡി പതിപ്പായേക്കാവുന്ന തികച്ചും പുതിയൊരു ഉൽപ്പന്നം കൂടി കമ്പനി പുറത്തിറക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഥാർ റോക്സിന് സമാനമായ മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈൽ SUV ആയ ഥാറിന്റെ പുതിയ ഫേസ് ലിഫ്റ്റിലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പുതിയ ഗ്രിൽ, സിയാകൃതിയിലുള്ള DRLകൾ, പുതിയ LED ടെയിൽ ലൈറ്റുകൾ, അലോയ് വീലുകൾക്കായി പുതിയ ഡിസൈൻ എന്നിവ ഇതിൽ പ്രതീക്ഷിക്കാം. ADAS സ്യൂട്ട്, ഫുൾ ഡിജിറ്റൽ കളർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും ഇതിൽ ലഭിച്ചേക്കാം. 2 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുകളായിരിക്കും ഇതിന് കരുത്തു പകരുക. 6 സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി എഞ്ചിനെ ബന്ധിപ്പിക്കും. കൂടാതെ 4x4 RWD ട്രിമ്മുകളും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആപ്പിളിൻ്റെ iPhone 17 സീരീസിന് ഉടൻ വില വർദ്ധിച്ചേക്കുമെന്ന് സൂചന. നിലവിലെ iPhone 17 മോഡലിൻ്റെ വില ഓഗസ്റ്റ് 10 മുതൽ ഉയർത്തിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. നിലവിലെ iPhone 17 മോഡലിന്റെ വില ഓഗസ്റ്റ് 10 മുതൽ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. വെയ്ബോയിലെ ചോർച്ചാ വിവരങ്ങൾക്ക് പേരുകേട്ട ഫിക്സഡ് ഫോക്കസ് ഡിജിറ്റലാണ് വില വർധന സംബന്ധിച്ച് സൂചന നൽകിയത്. എന്നാൽ വില കൂട്ടാനുള്ള തീരുമാനത്തിന് വ്യക്തമായ ഉറവിടം പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ടതായി കണക്കാക്കാനുമാകില്ല. മെമ്മറിയുടെയും സ്റ്റോറേജിന്റെയും വില വർദ്ധിക്കുന്നതാണ് ഉൽപ്പന്ന വില ഉയരാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ അധിക ചെലവിന്റെ ഒരു ഭാഗം ഐഫോൺ വിലയിലും ഉൾപ്പെടുത്താൻ ആപ്പിൾ ആലോചിക്കുന്നുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അടുത്ത തലമുറ ഐഫോൺ മോഡലുകൾ അടുത്ത മാസം അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.